ഈ ഒരു വീഡിയോ ഇല്ല, അതൊരു വെറൈറ്റി തന്നെ ആവും. ഇവനെ നമ്മൾ ഒരിക്കലും കള്ളന് എന്ന് പറഞ്ഞിട്ട് വിളിക്കാനുള്ള ഒരു ഇതില്ല നമുക്ക്. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടിയിട്ടായിരിക്കാം അവൻ ഇവിടെ മോഷ്ടിക്കാനും വേണ്ടിയിട്ട് കരുത്. എന്ത് ഫുഡ്, നിങ്ങളൊന്ന് കേട്ട് നോക്കി അതിൻ്റെ ചില വാക്കുകൾ. അപ്പോൾ പാടെ പറയുന്നുണ്ട ആ ചേച്ചി പറയുന്നത്, വിശപ്പുണ്ടെങ്കിൽ ചോദിച്ചോ, ഞങ്ങൾ ഭക്ഷണം തരാമെന്ന്. അപ്പോൾ ആ കള്ളനെ എന്ന് വിളിക്കുന്ന ആ സുഹൃത്ത്, കള്ളനെ വിളിക്കാൻ നമുക്ക് പറ്റൂല, ആ സുഹൃത്ത് പറയുന്നുണ്ട് സോറി സോറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കേട്ട് വയ്ക്കണമെങ്കിൽ കണ്ടില്ലേ, ഞാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാവരിലും വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ബാക്കി കേട്ടോ. പക്ഷെ ആ കക്കാൻ കയറിയ സമയത്തും അവൻ പറയുന്നത് ദൈവം കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ട് കയറിയതായിരിക്കാം? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ ശരിക്കും സത്യത്തിന് നമ്മൾക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ഭക്ഷണത്തിനും വേണ്ടിയിട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് പാപം സാധുവായ മധുവിനെ തല്ലിക്കൊന്ന ഒരു ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഈ സഹോദരന് പറയുന്ന വാക്കുകളിൽ കേൾക്കുമ്പോൾ ഇല്ലേ, മനസ്സിലേക്ക് വല്ലാതൊരു സങ്കടം തോന്നിപ്പോന്ന്. കാരണം ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടാവും നമ്മളെ ഇടയിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, മറ്റുള്ളവരോട് ചോദിക്കാനും വേണ്ടിയിട്ട് വിഷമം തോന്നിയ. എന്നാലും ഞാനൊന്നും കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, നിങ്ങൾ കേട്ട് നോക്കിയാൽ. പറഞ്ഞ വാക്ക് കേട്ടില്ലേ? എത്ര സത്യസന്ധതയോട് പറയുന്നത്. അത് 100ൻ്റെ നോട്ടാണ്, എല്ലാം എണ്ണി നോക്കിയാൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലേ. പക്ഷെ എന്ത് എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, നീതികൾ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ നിനക്ക് പണിയും വാങ്ങിച്ചു തരും എന്നുള്ളതിൽ. അപ്പം എന്തിനായിരിക്കും ആ സുഹൃത്ത് അവിടെ കക്കാനും വേണ്ടിയിട്ട് കയറിയത്? ഇല്ലായ്മ കൊണ്ടായിരിക്കാം. പൊറോട്ട മുട്ടാലും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതാണ് പറയുന്നത്. കാരണം വെച്ചാൽ ആ സഹോദരന് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. ഞാൻ ദൈവവിശ്വാസിയാണ്, എല്ലാ ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നുള്ളതിൽ. അപ്പോൾ ആ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടാകുമ്പോൾ അവരുടെ ആ ഹോട്ടലത്തെ അവരുടെ ആ സ്ത്രീകളുടെ എല്ലാം പെരുമാറ്റ രീതി കാണുമ്പോൾ ആ കള്ളന് തന്നെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചു അവിടെ. നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാലില്ലേ, ഒരു കള്ളനെ കിട്ടിയിട്ടാകുമ്പോൾ അടിച്ച് അങ്ങോട്ടേക്ക് പൂസാക്കിയിട്ട് പിന്നെ പോലീസിനെ ഏൽപ്പിക്കുന്നത്, അങ്ങനെയുള്ള പരിപാടിയാണ്. പക്ഷെ നമ്മൾ ശരിക്കും
അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടില്ല, എത്ര കാര്യങ്ങളെല്ലാം അവനെ തുറന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്തിനാണ് മോഷ്ടിച്ചത് എന്നെല്ലാം പറയുന്നുണ്ടല്ലേ. എന്നിരുന്നാലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും.